വഖഫിൻ്റെ ചില പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു വഖഫിൻ്റെ എത്രത്തോളം ഭൂമി ഉണ്ട്, ഇത് ആരുടെയൊക്കെ ഭൂമിയാണ്, ഞങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുമെന്നൊക്കെ. പക്ഷെ പിന്നീട് അതിൻ്റെ ബാക്കിയൊന്നും കേട്ടിട്ടില്ല. അത് പറയാം. അതിനു മുമ്പ് മിനിഞ്ഞാന്ന് നടന്ന സംഭവം പറയാം. കുശിനഗർ കേട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ അതിപ്രശസ്തമായ ഒരു സ്ഥലമാണ് കുശിനഗർ. കുശിനഗറിൽ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു, മദനി മസ്ജിദ്. മദനി മസ്ജിദ് ഇരിക്കുന്ന 23 ഏക്കർ സ്ഥലത്താണ്. 23 ഏക്കർ സ്ഥലത്തിരിക്കുന്ന മദനി മസ്ജിദിൻ്റെ ഒരു ഡോക്യുമെൻറ്റും റവന്യൂ രേഖകളിലില്ല എന്ന് നേരത്തെ സിനു പറഞ്ഞ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടുപിടിച്ചു. ഒരു പള്ളിയുണ്ട്, കൂറ്റൻ മസ്ജിദാണ്, 23 ഏക്കറിലാണ് ഇരിക്കുന്നത്. 23 ഏക്കർ എന്ന് പറയുമ്പോൾ എത്ര വാസ്റ്റ് ഏരിയ എന്ന് നോക്കിയേ. അത്ര വിശാലമായ സ്ഥലത്ത് ഒരു കൂറ്റൻ മസ്ജിദ് ഇരിക്കുന്നു. അപ്പോൾ ജില്ലാ അധികാരികൾ നോട്ടീസ് കൊടുത്തു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ മാപ്പ്, ഇതിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി ഒക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. ഇവരുടനെ എന്ത് ചെയ്തു? രേഖയൊന്നും കൊടുത്തില്ല. ഇവർ നേരെ ഹൈക്കോടതിയിൽ പോയി. ഞങ്ങളുടെ മസ്ജിദ് പൊളിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നു, ഞങ്ങൾ കയ്യേറ്റക്കാരാണെന്ന് പറയുന്നു, ഞങ്ങളുടെ രേഖ ചോദിക്കുന്നു. സർക്കാർ പൊളിക്കാൻ പലയിടത്തും പൊളിച്ചു, ഇവിടെയും പൊളിക്കാൻ നീക്കമുണ്ട്. യോഗി ആദിത്യനാഥ് ഈ ഒരു വിഭാഗം ആളുകളോട് ശത്രുതാപരമായിട്ട് പെരുമാറുകയാണ്. രാജ്യത്തിൻ്റെ പല ഭാഗത്തും, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൻ്റെ പല സ്ഥലത്തും ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉടൻ കോടതി ഇടപെടണം എന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയി. ഹൈക്കോടതി അപ്പോൾ എന്ത് ചെയ്തു? ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്തത് 8-ാം തീയതി വരെയായിരുന്നു. 8-ാം തീയതി സ്റ്റേ ചെയ്തതും 9-ാം തീയതി ഇന്നലെ ഞായറാഴ്ച ബുൾഡോസർ വന്ന് ഈ പള്ളി അങ്ങ് പൊളിച്ചെറിഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട്. സ്റ്റേ ശനിയാഴ്ച വരെ ഉണ്ടായിരുന്നുള്ളൂ, 8-ാം തീയതി വരെ. സ്റ്റേ നീങ്ങി. അപ്പോൾ 9-ാം തീയതി ഞായറാഴ്ചയാണ്, അങ്ങ് പൊളിഞ്ഞു. അപ്പോൾ സർക്കാർ പറയുന്നത് ഒരൊറ്റ കടലാസില്ല, ഇവരുടെ റവന്യൂ റെക്കോർഡ്സിലൊന്നുമില്ല. റവന്യൂ റെക്കോർഡ്സിൽ സർക്കാർ പുറമ്പോക്കാണ്. ആ സ്ഥലത്താണ് പള്ളി വന്നത്. ആ സ്ഥലത്ത് 1999 നിർമ്മിച്ച പള്ളിയാണ് മദനി മസ്ജിദ്. അത് 23 ഏക്കർ സ്ഥലത്ത്. 23 ഏക്കർ എന്ന് പറഞ്ഞാൽ അവിടെ വിശാലമായ ഒരു റവന്യൂ ഭൂമി, റവന്യൂ മൈതാനമായിരുന്നു. അത് മൊത്തം കയ്യേറിയിട്ട് ഒരു പള്ളി അങ്ങോട്ടാക്കി. എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നറിയാമോ? അതാണ് തമാശ. അതായത് സർക്കാരിൻ്റെ ഭൂമി അങ്ങോട്ട് കയറിയിട്ട് 99 ഒരു പള്ളി അങ്ങ് പണിതു. 99 ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന സർക്കാരുകൾ അവിടെ ഉണ്ടായിരുന്നത്. പള്ളി അങ്ങോട്ട് പണിതു. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ആ പള്ളിയുടെ പേരിൽ, ആ മസ്ജിദിൻ്റെ പേരിൽ ചുറ്റുമുള്ള സ്ഥലങ്ങൾ വഖഫാണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? അതായത് ഈ സംഭവം, ഈ ആരാധനാലയം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ കയ്യേറ്റ ഭൂമി, പുറമ്പോക്ക് ഭൂമിയിൽ, അതായത് നാട്ടുകാരുടെ സ്ഥലത്ത്, സർക്കാരിൻ്റെ സ്ഥലത്ത്. അവിടെ അവരൊരു മസ്ജിദ് ഉണ്ടാക്കിയിട്ട് അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വഖഫാണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? അതാണ് ബുദ്ധി, നല്ല ബുദ്ധി. അപ്പോൾ അത് പക്ഷേ അവർക്ക് സ്ഥലം മാറിപ്പോയി. സ്ഥലം മാറിയില്ല, ആൾ മാറിപ്പോയി. ആൾ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. അപ്പോൾ ഇത്രയും കാലം കൊണ്ട് ഈ ഭൂമിയൊക്കെ പതുക്കെ ഏറ്റെടുത്ത് ഉത്തർപ്രദേശ് പറ്റുമെങ്കിൽ ഉത്തർപ്രദേശിലെ കടായ ഭൂമി മുഴുവൻ ഒന്ന് പിടിച്ചെടുക്കാൻ ഇവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥാണ്. അദ്ദേഹം കണക്ക് പറഞ്ഞു. അതായത് 1.27 ലക്ഷം ഏക്കർ ഭൂമി ഉത്തർപ്രദേശിൽ വഖഫിൻ്റെ കയ്യിലുണ്ട്. 1,27,000 ഏക്കർ ഭൂമി. 1,127 എന്ന് പറഞ്ഞാൽ 1,27,000 ഏക്കർ. 1,27,000 ഏക്കർ ഭൂമിയാണ് ഉത്തർപ്രദേശിൽ. 2 വഖഫ് ബോർഡുകളുണ്ട്, സുന്നി വഖഫ് ബോർഡ്, ഷിയ വഖഫ് ബോർഡ്. 2 കൂട്ടർക്കും ഉണ്ട്. അപ്പോൾ അവർ ഭയങ്കര സ്നേഹമാണല്ലോ, സുന്നികളും ഷിയകളും തമ്മിൽ. അപ്പോൾ അതിൽപ്പെട്ടതാണ് ഈ 23 ഏക്കർ. അപ്പോൾ ഈ 23 ഏക്കർ വന്നതുപോലെയാണ് ഈ 1,27,000 ഏക്കർ വഖഫ് ഭൂമിയും വന്നിരിക്കുന്നത് പൊതുവിൽ അനുമാനിക്കാം. അപ്പോൾ യോഗി ആദിത്യനാഥ് ഒരു കണക്കിപ്പോൾ പറഞ്ഞു. 1,27,000 ഏക്കർ ഭൂമിയാണ് ഉത്തർപ്രദേശിൽ 2 വഖഫ് ബോർഡിൻ്റെ കയ്യിലുള്ളത്. പരിശോധന നടന്നു, സർവേ നടന്നു, റിപ്പോർട്ട് എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. റിപ്പോർട്ടിൽ കാര്യങ്ങൾ ഞാൻ പറയാം. കാര്യങ്ങൾ പുള്ളി പറയുക മാത്രമല്ല, റിപ്പോർട്ടിലെ കാര്യങ്ങൾ നടപ്പാക്കി തുടങ്ങി. അതുകൊണ്ടാണ് കുശിനഗറിലെ മദനി പള്ളി ഇപ്പോൾ ഓർമ്മയായതും 23 ഏക്കർ സർക്കാർ ഇപ്പോൾ തിരിച്ചു പിടിച്ചതും. അപ്പോൾ യോഗി പറഞ്ഞു 1.27 ലക്ഷം ഏക്കർ വഖഫ് ഭൂമിയിൽ 7,000 ഏക്കർ മാത്രമേ അവരുടെ ഉള്ളൂ. അതായത് വഖഫിൻ്റെ സ്വന്തമുള്ളൂ. ബാക്കി മുഴുവൻ കാലാകാലങ്ങളിൽ പിടിച്ച് കയ്യേറി വെച്ചിരിക്കുക. അതായത് വഖഫിന് കിട്ടിയിരിക്കുന്ന ഡോക്യുമെൻ്റ് പ്രകാരം വെറും 7,000
ഏക്കർ ഭൂമി മാത്രമേ ഉത്തർപ്രദേശിൽ വഖഫിന് അവകാശപ്പെട്ടതായിട്ടുള്ളൂ. അപ്പോൾ 1,27,000-ൽ 1,20,000 ഏക്കർ ഭൂമിയും ആരുടെയാണ്? പുറമ്പോക്ക് ഭൂമി, സർക്കാരിൻ്റെ ഭൂമിയാണ്. അപ്പോൾ അത് സർക്കാരിൻ്റെ ഭൂമിയായിരിക്കാം, അല്ലെങ്കിൽ പാവപ്പെട്ട ഹിന്ദുക്കളുടെ സമ്പലിലൊക്കെ ചെയ്ത പോലെ ഹിന്ദുക്കളൊക്കെ ഓടിച്ചിട്ട് കൊലപാതകം നടത്തി കൂട്ടത്തോടെ ഓടിച്ചിട്ട് എടുത്തതായിരിക്കാം. അപ്പോൾ യോഗി വളരെ കൃത്യമായി പറഞ്ഞു, അതായത് 7,000 ഒഴികെ ബാക്കി എന്തൊക്കെ വഖഫിൻ്റെ കയ്യിലുണ്ടോ അത് മുഴുവൻ ഇങ്ങനെ തിരിച്ചെടുക്കാൻ പോവുക. എന്തൊരു നിലവിളിയായിരിക്കും അല്ലേ? അപ്പോൾ ഈ പള്ളിയും പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ പിടിച്ചെടുത്തത് ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ നേരെ കോടതിയെ പോയി സമീപിക്കുന്നത്. കാരണം കോടതി പോയാൽ അപ്പോൾ കോടതികൾ പൊതുവിൽ കോടതികൾക്ക് പ്രത്യേകിച്ച് സ്നേഹമൊക്കെ ഉണ്ടെന്നാണ് ഇവർ കരുതുന്നത്. പക്ഷേ സുപ്രീം കോടതി അങ്ങനെയല്ല പറഞ്ഞു. ഇവിടെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ ഗുണ്ടായിസ് അവസാനിച്ചിരിക്കുന്നു, ഇനി പൊളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ എന്ന് പറഞ്ഞാൽ വാർത്ത വന്ന്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞാൽ അങ്ങനൊന്നും അല്ല. സുപ്രീം കോടതി ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിലും, ചില ഫേവറിസമൊക്കെ കാണിക്കാറുണ്ടെങ്കിലും, ചില പരിഗണനയൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യം, അതിനോട് എനിക്ക് യോജിപ്പാണ് കേട്ടോ. ഇപ്പോൾ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരാൾ കുറ്റം ചെയ്തു. അയാൾ മോഷണം നടത്തി അല്ലെങ്കിൽ കൊള്ളയടിച്ചു, ശരി, അയാളെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് അയാളുടെ അച്ഛൻ റഹീം താമസിക്കുന്ന വീട് പൊളിക്കാമോ? അത് പറ്റില്ല. മുഹമ്മദ് അലി താമസിക്കുന്നത് റഹീമിൻ്റെ വീട് മുഹമ്മദ് അലിയുടെ പേരിലല്ല, റഹീമിൻ്റെ പേരിലാണ്. മുഹമ്മദ് അലിയെ പിടിക്കുക, അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കുക. അതിന് റഹീമിൻ്റെ വീട് എന്തിനാണ് പൊളിക്കുന്നത്? അങ്ങനെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് കോട്ടാണ്, അണ്ടർലൈൻഡാണ്. അങ്ങനെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് കോടതി പറഞ്ഞു. അത് ശരിയല്ലേ? ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തെങ്കിൽ വേണമെങ്കിൽ എൻ്റെ വീട് പൊളിക്കാൻ നിയമം ഉണ്ടോ എന്നുള്ള ചോദ്യം പിന്നെയാണ്. പക്ഷേ എൻ്റെ വീട് പക്ഷേ എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള വീട് എന്തിനാണ് പൊളിക്കുന്നത്? ഞാൻ ആ വീട്ടിലല്ല താമസിക്കുന്നെങ്കിലും. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യം, മക്കളെ നന്നായിട്ട് വളർത്തുക എന്നുള്ളത് തന്തമാരുടെ ഉത്തരവാദിത്തമാണെന്ന് പറയാം. പക്ഷേ അത് നിയമപരമല്ല, വളർത്തുദോഷം നിയമപരമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ അച്ഛനും മകനും ഒരേ കെട്ടായിരുന്നിട്ട് രണ്ടുപേരും കൂട്ടുകൃഷിയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ പൊളിച്ചു കളയും. അപ്പോൾ ഏതായാലും ബുൾഡോസർ രാജ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇപ്പോൾ ഇന്ത്യയിൽ വളരെ വ്യാപകമാണ്. അത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ 7,000 ഒഴികെ ബാക്കി 1,20,000 വഖഫ് ഭൂമിയും വഖഫ് പ്രോപ്പർട്ടിയും അനധികൃതമാണെങ്കിൽ അത് ആ ഭൂമി സർക്കാരിൻ്റെ ഭൂമിയാണെങ്കിൽ അവിടെ സർക്കാരിന് എന്തൊക്കെ നിർമ്മിക്കാമായിരുന്നു? സ്കൂളുകളുണ്ടാക്കാം, വായനശാലകളുണ്ടാക്കാം, കളിക്കളങ്ങളുണ്ടാക്കാം, ആശുപത്രികളുണ്ടാക്കാം. അങ്ങനെ സർക്കാരിൻ്റെ ഭൂമി തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തട്ടിയെടുക്കുന്ന ആരാണ്? ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർ അല്ലേ? അത് തട്ടിയെടുക്കുന്നത്, ആ ഭൂമിയിലൂടെ തട്ടിയെടുക്കുന്ന ആ നാട്ടിലെ മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളുടെ അവകാശമല്ലേ തട്ടിയെടുക്കുന്നത്? അത് മാത്രമല്ല, ഒരു നാടിൻ്റെ വികസനത്തെ മുഴുവൻ അട്ടിമറിക്കുക. 23 ഏക്കർ, ഈ പറഞ്ഞ മദനിപ്പള്ളിക്ക് 23 ഏക്കർ, ആശുപത്രിയോ വിദ്യാലയം, 23 ഏക്കർ എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഏരിയയാണ്. ആ മാത്രമല്ല, ഇവർ ചുറ്റും മതിൽ കെട്ടും, എന്നിട്ട് പിന്നീട് ഈ മതിലിന് ചുറ്റുമുള്ള സ്ഥലമൊക്കെ വഖഫാന്ന് പറയും. അങ്ങനെ രാജ്യത്ത് ആകെ അസ്വസ്ഥത പടർത്തുന്ന തരത്തിലേക്ക് വഖഫിൻ്റെ പേരിലുള്ള ഭൂമി കയ്യേറ്റം മാറിയിരിക്കുന്നു. ഇപ്പോൾ വഖഫിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ നമ്മുടെ ആളുകൾ അങ്ങനെ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. ആളുകൾക്ക് ഇത് മടുത്തു എന്ന് തോന്നുന്നു. കാരണം കേരളത്തിൽ ഈ വഖഫിൻ്റെ ഒരു ദുരിതമൊന്നും ആളുകൾ അങ്ങനെ അനുഭവിച്ചിട്ടില്ല. അനുഭവിച്ചത് മുനമ്പങ്കാരാണ്. ബാക്കി എളുപ്പം തളിപ്പറമ്പിലാണെങ്കിലും ചെല്ലാനത്താണെങ്കിലും ചാവക്കാട്ടാണെങ്കിലും ഒക്കെ ഈ വഖഫിൻ്റെ പരിധിയിലാണ് ഈ ഭൂമി എന്ന് അറിയാമെങ്കിലും അത് ഏറ്റെടുക്കാനുള്ള നടപടിയൊന്നും വഖഫ് ബോർഡ് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്കങ്ങ് അതിൻ്റെ ഒരു പൊള്ളൽ നമുക്ക് കേൾക്കുന്നില്ല, അതിൻ്റെ ചൂട് നമുക്ക് കേൾക്കുന്നില്ല. ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുനമ്പത്തുകാരാണ്. അവരോട് ചെന്ന് ചോദിച്ചാൽ അവർക്കിതിൻ്റെ ആകുലത അറിയാം, അതിൻ്റെ ആധി അറിയാം. കാരണം അവരുടെ ഭൂമി അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഇപ്പം വന്ന് എന്തായി, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരധികാരവുമില്ലാത്തൊരു കമ്മീഷനെ വെച്ചു. ഇനി കമ്മീഷൻ്റെ എങ്ങാനും ഞങ്ങൾക്കെതിരെ കരുതിയാലോ എന്ന് കരുതി കമ്മീഷനെ ഇപ്പോൾ കേസിലും പെടുത്തി അല്ലേ? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇപ്പോൾ ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയായി. അദ്ദേഹം 1-2 മീറ്റിംഗ് പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം അതിൻ്റെ പല രക്ഷാധികാരി, ഉപദേഷ്ടാവ് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ കൊള്ളാവുന്ന ആളുകളുടെ പേരുകൾ പെർമിഷൻ ചോദിച്ചിട്ട് വെക്കും. കൊള്ളാം നോക്കും. അതിൻ്റെ പിന്നിലുള്ളത് വലിയ പ്രമാണികന്മാരാണ്. ഒരു മഹാന്റെ കാര്യം പറഞ്ഞാൽ സത്യസായി ബാബയ്ക്ക് പുട്ടപർത്തിയിൽ ആശ്രമമുള്ളത് അറിയാം. സായിബാബ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ സത്യസായിബാബയുടെ പേരിൽ ഇന്ത്യയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്താണ്. അത് കൊച്ചിക്കാരുടെ ഒരു ബിരുദനാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, സായിബാബ ട്രസ്റ്റ്. അത് കേൾക്കുമ്പോൾ ആളുകൾ ഓർക്കുന്നറിയോ, ഇതെല്ലാം പുട്ടപ്പുറത്തിൻ്റെ ബ്രാഞ്ചാണ്. അങ്ങനെ അദ്ദേഹം ഒരു വലിയ നന്മപരമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. അദ്ദേഹം ഇതിനകത്ത് പ്രതിയാണ്. ഇപ്പോൾ ഈ അനന്തകൃഷ്ണൻ പറയുന്നത് അദ്ദേഹത്തിന് കാശ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്.
അദ്ദേഹം പറയും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ചാനലിലൊക്കെ വന്നിട്ട് പറഞ്ഞു, ഞാൻ കാശൊന്നും മേടിച്ചിട്ടില്ല, ഞാൻ അതിനു മുമ്പേ ഞാൻ രാജിവെച്ചു. അതങ്ങനെയാണല്ലോ, ഒരു സംഗതി മുങ്ങാൻ പോവുകയാണെന്ന് അറിയുമ്പോഴത്തേക്ക് നേരെ രാജിവെച്ച ഞാനെങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു സൂത്രവിദ്യ. അത് അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം ചെയ്തിട്ടുണ്ട്. പക്ഷേ CN രാമേന്ദ്രൻ നായരുടെ കാര്യത്തിൽ നോക്കൂ, അദ്ദേഹം ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയാണ്. അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ട് ഇപ്പോൾ 2 സ്ഥലത്ത് കേസുണ്ടെന്നാണ് പറയുന്നത്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് സത്യത്തിൽ വല്ലാതെ ഞെട്ടിച്ചു. എന്നറിയോ, അദ്ദേഹം പറയുകയാണ്, ഞാൻ മുനമ്പം കമ്മീഷനായതുകൊണ്ടാണ് എനിക്കെതിരെ കേസെടുത്തത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. മുനമ്പം കമ്മീഷനായിട്ട് ഒരു കമ്മീഷൻ വന്നിട്ട് ഫാക്ട് ഫൈൻഡിങ് നടത്തിയാൽ പോലും കേരളത്തിൽ ജഡ്ജിയാണെങ്കിലും ജുഡീഷ്യൽ കമ്മീഷനാണെങ്കിലും സർക്കാർ നിയമിച്ച കമ്മീഷനാണെങ്കിൽ പോലും രക്ഷയില്ല എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു അല്ലേ. അതായത് ഒരു ജഡ്ജിക്ക് അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും? അതെ. അപ്പോൾ നമുക്ക് UP-യിലേക്ക് തിരിച്ചു പോകാം. UP-യിൽ അപ്പോൾ ഇങ്ങനെ ഭൂമി പിടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം സിനു ചോദിച്ചതിന് ഉത്തരവായി. സർവേ ഒക്കെ നടത്തി. സർവേ നടത്തിയിട്ട് എത്ര ഭൂമി ഉണ്ടെന്നറിയാം. 7000 എണ്ണം കൊണ്ട് തൃപ്തിപ്പെടണം. 1,20,000 ഉത്തർപ്രദേശ് സർക്കാർ തിരിച്ചെടുക്കും. എന്നിട്ട് യോഗി ബാക്കി പറഞ്ഞു, ഇനി അടുത്തത് ശരിയാക്കാനുണ്ടെന്നറിയാമോ, ഇനി ഒരു കാര്യം കൊണ്ട് എനിക്കിവിടെ ശരിയാക്കണം. അതിൻ്റെ പേര് ലവ് ജിഹാദാണ്. അങ്ങനെ പറഞ്ഞു. ഉത്തർപ്രദേശിലെ ലവ് ജിഹാദാണ് അടുത്തത് ഞാൻ ശരിയാക്കാൻ പോകുന്നത്. അപ്പോൾ പത്രപ്രവർത്തകർ യോഗിയോട് ചോദിച്ചു, നിങ്ങൾ ഈ സമ്പൽ ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്തിനാണ് കുഴിക്കുന്നത്? അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ ചുമ്മാ വെറുതെ തോന്നുന്നിടത്തൊന്നും കുഴിക്കുകയല്ല, അമ്പലങ്ങൾ ഉണ്ടായിരുന്നതാണ് കുഴിക്കുന്നത്. ഈ പള്ളി, അവിടുത്തെ പള്ളി ഉണ്ടല്ലോ, മസ്ജിദ് വിഷ്ണു ക്ഷേത്രം തകർത്തിട്ട് ആണ് സമ്പൽ മസ്ജിദ് നിർമ്മിച്ചെന്നാണല്ലോ പരാതി. ആ പരാതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധീനതയിലുള്ള പ്രോപ്പർട്ടി ഇവർ കൈവശം വെച്ചിരിക്കുകയാണ്. അതിൻ്റെ സർവേ ഒക്കെ നടത്താൻ പറഞ്ഞപ്പോഴാണ് ഇപ്പം സുപ്രീം കോടതിയുടെ സ്റ്റേ വന്നിരിക്കുന്നത്. പക്ഷേ യോഗി എന്ത് ചെയ്തു, എന്നാൽ അതവിടെ നിന്നോട്ടെ, നിങ്ങളുടെ മസ്ജിദ് അവിടെ നിൽക്കട്ടെ, സ്റ്റേ മാറുന്നവരെ. പക്ഷെ മസ്ജിദിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ കുഴിച്ചപ്പോൾ ഇങ്ങനെ അമ്പലങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ യോഗിയോട് ചോദിച്ചു, എന്തിനാണ് ഈ മസ്ജിദിന് ചുറ്റും കുഴിക്കുന്നത്? അപ്പോൾ യോഗി പറഞ്ഞ മറുപടി, മസ്ജിദിന് ചുറ്റുമല്ല, അമ്പലം ഉള്ളിടത്താണ് കുഴിക്കുന്നത്. സംഭവം മനസ്സിലായോ? മസ്ജിദിന് ചുറ്റും എന്തുണ്ട്? അമ്പലമുണ്ട്. അമ്പലങ്ങൾക്ക് നടുവിൽ ഒരു മസ്ജിദ് എങ്ങനെ വരിക? പൗരാണിക കാലത്ത് സമ്പൽ എന്ന് പറയുന്ന പ്രദേശത്ത് മുഴുവൻ അമ്പലങ്ങളും ക്ഷേത്രക്കുളങ്ങളും ദേവതീർത്ഥങ്ങളുമായിരുന്നു. അതിൻ്റെ നടുക്ക് ഒരു മസ്ജിദ് എങ്ങനെ വന്നു? അപ്പോൾ അതെല്ലാം മണ്ണിട്ട് മൂടി അതിൻ്റെ മുകളിലേക്ക് മസ്ജിദ് വരുന്നു. സുപ്രീം കോടതിയോട് പറയാമല്ലോ. സുപ്രീം കോടതി പറയുന്നത് സർവേ നടത്തലെന്നല്ലേ. ശരി, ഇത് നിങ്ങൾ മസ്ജിദാണെങ്കിൽ എങ്ങനെയാണ് ഇത്രയേറെ 80ഓളം തീർത്ഥങ്ങൾ, ദേവതീർത്ഥങ്ങൾ കണ്ടെത്തി മണ്ണിനടിയിൽ നിന്ന്? കുഴിച്ചു മൂടപ്പെട്ട ക്ഷേത്രങ്ങൾ കണ്ടെത്തി. അതിനിടയ്ക്ക് ഒരു മസ്ജിദ് മാത്രം എങ്ങനെ നിൽക്കും? ഈ മസ്ജിദിൻ്റെ അടിയിൽ എന്തുണ്ടാവും എന്ന ചോദ്യം സുപ്രീം കോടതിയോട് ചോദിക്കാമല്ലോ. അതിനാണ് സമ്പലിൽ വ്യാപകമായ ഖനനം നടക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഏതായാലും യോഗി പറഞ്ഞു, അതായത് സത്യം കുഴിച്ചാൽ പുറത്തു വരുമെങ്കിൽ ആദ്യം കുഴിക്കണം. അതുകൊണ്ട് ഞാൻ കുഴിക്കാൻ തീരുമാനിക്കുക. സമ്പലല്ല, സത്യം മൂടിക്കിടക്കുന്ന എല്ലായിടവും കുഴിക്കും. അപ്പോൾ വഖഫിൻ്റെ പേരിൽ പിടിച്ചെടുത്ത 1,20,000 പ്രോപ്പർട്ടീസ് പിടിച്ചെടുക്കും. പിന്നെ മൂടിക്കളഞ്ഞ സത്യം അത് കുഴിച്ചാണെങ്കിൽ കുഴിച്ച് പുറത്തെടുക്കുമെന്ന് പറഞ്ഞ് യോഗിയുടെ ബുൾഡോസർ വീണ്ടും ഉത്തർപ്രദേശിൽ മുരണ്ടുകൊണ്ട് ഓടുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.